ഈ മട്ടിലുള്ള ഒരു സാഹചര്യത്തെ ഗുരു എങ്ങനെയാണ് നേരിടുന്നത് എന്ന് കേവലമായി സങ്കല്പിച്ചാൽ മാത്രം മതി. ഗുരുവിൻ്റെ മുന്നിൽ ഒരു കൊച്ചുകുഞ്ഞ് വർത്തമാനം പറയാനെത്തുന്നു എന്ന് വിചാരിക്കുക. അതേസമയം തന്നെ ഗുരുവിൻ്റെ മുന്നിൽ രവീന്ദ്രനാഥ ടാഗോർ വർത്തമാനം പറയാനെത്തുകയാണെന്ന് വിചാരിക്കുക. ഇതാ നൊബേൽ സമ്മാനം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ കവി ശിവഗിരിയിലേക്ക് വന്നിട്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വല്പം ആദരവ് കൂടുതൽ കൊടുക്കണം, ഈ കുഞ്ഞ് പിന്നെ ഞാൻ കേൾക്കാം എന്ന് പറയുന്ന തുല്യനിലയോടുള്ള ഭഞ്ജനം ചെയ്യുന്ന ആളായിരുന്നല്ലോ ശ്രീനാരായണ ഗുരു. ഞാൻ ആദ്യം കുഞ്ഞിനെ കേൾക്കട്ടെ, മക്കളെ പറ, നിനക്കെന്താണ് എന്നോട് പറയാൻ ഉള്ളത്. ഇതാണ് ഡീപ്പ് ലിസണിങ്. ഈ ഡീപ്പ് ലിസണിങ് ഗുരുവിൻ്റെ കവിതയിൽ നിന്നാണ് നമുക്കിന്ന് പൂർണ്ണാർത്ഥത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഈ ഡീപ്പ് ലിസണിങ് മനസ്സിലാക്കുന്നത് ഗുരുവിൻ്റെ സ്വാനുഭവ ഗീതിയിൽ നിന്നാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപക്ഷെ കാണാതെ ചൊല്ലാൻ എനിക്ക് കഴിയണമെന്നില്ല, പക്ഷേ സ്വാനുഭവ ഗീതി ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന കൃതിയാണ്. അനുകമ്പ ദശകത്തിൽ ഈ പറയുന്ന ഡീപ്പ് ലിസണിങ്ങിൻ്റെ സാന്ദ്രതകളുണ്ട്. മറ്റുള്ളതൊക്കെ നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയണമെന്നില്ല. ഉദാഹരണമായി കുമാരനാശാൻ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, കെ ദാമോദരൻ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, പി കെ ബാലകൃഷ്ണൻ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ വാരാണപ്പള്ളിയിൽ ഗുരു ചിലവാക്കിയ കാലത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാരാണപ്പള്ളിയിൽ ഗുരുവിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ ആദ്യമായി ഗുരു കവനം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ വാരാണപ്പള്ളി എങ്ങനെയാണ് ഒരു സ്വാധീനമായി പ്രവർത്തിച്ചത്. ആശാൻ പറയണത് 2 കൊല്ലം അവിടെ ചിലവാക്കി, കെ ദാമോദരൻ പറയണ 4 കൊല്ലം അവിടെ ചിലവാക്കി, മറ്റൊരാൾ പറയുന്നു 1 കൊല്ലം അവിടെ ചിലവാക്കി, വേറൊരാൾ പറയുന്നു 3 കൊല്ലം അവിടെ ചിലവാക്കി. ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നത് ചരിത്രപരമായി നമ്മെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ ഗുരുവിൻ്റെ കവിതകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അതെഴുതിയത് ഗുരു തന്നെയാണ്, അതിന് മാറ്റമില്ല. അതുകൊണ്ട് ഗുരുവിൻ്റെ ഫിലോസഫിയെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രത്യക്ഷമായ, ഏറ്റവും ജൈവികമായ സ്രോതസ്, സോഴ്സായി എന്നെ പോലെയുള്ള പഠിതാക്കൾ സ്വീകരിക്കുന്നത് ഗുരുവിൻ്റെ കവിതകളാണ്. അതിൽ അതാ കിടക്കുന്നു ഡീപ്പ് ലിസണിങ്. രണ്ടാമത്തേത് കമ്പാഷനാണ്. കമ്പാഷൻ എന്നാൽ മനുഷ്യനോട് മാത്രമുള്ള കമ്പാഷൻ അല്ല, തടിയോടുള്ള കമ്പാഷൻ, മരത്തോടുള്ള കമ്പാഷൻ, പക്ഷികളോടുള്ള കമ്പാഷൻ, പ്രകൃതിയോടുള്ള കമ്പാഷൻ. ഇത് ഗുരുവിൻ്റെ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടരായിരുന്നു എന്നത് ലോകത്തെമ്പാടുമുള്ള റൊമെയിൻ റുളാങ്ങിനെ പോലെയുള്ളവർ വരെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത് ഇൻ്റർ കണക്ഷനാണ്. ഗുരുവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന ആരും ഗുരുവിൽ നിന്ന് അടർന്നു പോകാത്ത വിധം ഗുരു ഒരു മഹാവൃക്ഷമായിരുന്നു. ഗുരുവിനെ കണ്ടിട്ടില്ല, ഗുരുവിനെ കേട്ടിട്ടില്ല, ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. ഇപ്പോൾ പുന്നശ്ശേരി നീലകണ്ഠ ശർമാവ് ഗുരുവിൻ്റെ സവിധത്തിൽ എത്തിച്ചേരുന്നു. പുന്നശ്ശേരിക്ക് ഗുരുവിനെ സംബന്ധിച്ച് ചില വിയോജിപ്പുകളുണ്ടായിരുന്നു. പുന്നശ്ശേരി മഹാപണ്ഡിതനായിരുന്നു. പക്ഷെ ഗുരുവിൻ്റെ സന്ദർഭത്തിലെത്തി ഗുരുവിനോട് വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഗുരുവിൻ്റെ വൃക്ഷത്തിലെ ഒരു പക്ഷിയായിത്തീരുന്ന തരത്തിലുള്ള ഇൻ്റർ കണക്റ്റഡ്നെസ്സിൻ്റെ കീഴിലമർന്നു പുന്നശ്ശേരി നീലകണ്ഠ ശർമാവ്. അങ്ങനെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു അല്പപ്രാണി എങ്ങനെയാണ് ഒരു 10 മിനിറ്റെങ്കിലും ഗുരുവിനെപ്പറ്റി പറയാൻ സത്യസന്ധമായി, ഞാൻ പറയുന്നത് അക്കാഡമിക്കായ കുറച്ച് കാര്യമായിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നതിൽ ഒരു കള്ളം പോലുമില്ല കേട്ടോ. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ ചോരയിൽ മുക്കിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം പൂർണ്ണമായി എത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിൽ കള്ളമില്ല. ഞാൻ കള്ളത്തിൻ്റെ വെള്ളം ചേർത്തിട്ടല്ല ഈ വർത്തമാനം പറയുന്നത്. എവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഇഷ്ടം? ഈ ഇഷ്ടം ഇൻ്റർ കണക്റ്റഡ്നെസ്സാണ്. ഗുരുവിനോട് ഞാൻ ഏതോ തരത്തിൽ തൊടുന്നു. ആ തൊടലാണ് ഗുരുവിൻ്റെ പ്രകൃതി. ആ പ്രകൃതിയെ സ്പർശിച്ചാലല്ലാതെ ഗുരുവിൻ്റെ ദൈവദർശനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ഒന്നാമത്തെ പാഠം. ഇത് ഗുരുവിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഖണ്ഡം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗുരുവിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ലൗകിക ജീവിതത്തിലുള്ള താല്പര്യം വെടിഞ്ഞ ഒരാൾ എന്തുകൊണ്ട് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രിയാത്മകവാദിയായി ചിത്രീകരിക്കപ്പെട്ടു? എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലാണ് ആ ചോദ്യം. റിയാസ് കോമുവിൻ്റെ
ശ്രീനാരായണ ശില്പം. ഒരുപക്ഷെ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും എസ്തറ്റിക്കായിട്ടുള്ള ശില്പം അതാണ്. റിയാസ് കോമുവിൻ്റെ ഈ ചിത്രമാണ്, ഈ ശില്പമാണ്. റിയാസ് കോമു നിർമ്മിച്ച ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഈ ശില്പമാണ്. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പുസ്തകം ഉന്നയിക്കുന്നൊരു ചോദ്യമാണ്, ലൗകിക ജീവിതത്തിലുള്ള എല്ലാ താല്പര്യവും വെടിഞ്ഞ ഒരാൾ, കൈവല്യത്തെ ആഗ്രഹിച്ച ഒരാൾ, കുറച്ചു മുമ്പ് ഞാൻ ചൊല്ലിയ കൃതിയിൽ പോലും പരഗതിയെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് ശരീരത്തിൻ്റെ താല്പര്യം മുഴുവൻ വെടിഞ്ഞ ഒരാൾ, തൻ്റെ കാലഘട്ടത്തിലെയും തനിക്ക് ശേഷമുള്ള കാലത്തെയും ഏറ്റവും വലിയ ക്രിയാത്മകവാദിയായി, സാമൂഹിക ചലനങ്ങളിൽ ഇടപെടുന്ന ശക്തിയായി, പുരോഗമനവാദിയായി, വിപ്ലവകാരിയായി, ആത്മീയവാദിയായി, സെക്യുലറിസ്റ്റായി, പൊളിറ്റിക്കൽ ഫിഗറായി, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നരവംശാസ്ത്രജ്ഞനായ ഡോക്ടർ എ അയ്യപ്പൻ്റെ ഒരു പുസ്തകം, ഒരു കേരള ഗ്രാമത്തിൻ്റെ മാറ്റം, എ സോഷ്യൽ റെവല്യൂഷൻ ഇൻ എ കേരള വില്ലേജ് എന്ന കേസ് സ്റ്റഡി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം. പൊന്നാനി താലൂക്കിലെ ഒരു ഗ്രാമത്തെ അദ്ദേഹം ഒരു സ്പെസിമനായിട്ട് എടുത്തിട്ട് പഠിക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ മാറ്റത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം ഏത് എന്ന് ആന്ത്രപ്പോളജിക്കായി സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന മറുപടി ശ്രീനാരായണ ഗുരു എന്നാണ്. എങ്ങനെയാണ് ഒരു സന്യാസി സാമൂഹിക വിപ്ലവത്തിൻ്റെ ചലനത്തെ സ്വാധീനിച്ചത്? ആലപ്പുഴയിൽ തൊഴിലാളികൾ ഒത്തുകൂടിയിട്ടൊരു സംഘടന രൂപപ്പെടുത്തിയപ്പോൾ വടാപ്പുറം ബാവ ആ സംഘത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം തേടി ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. 1920കളിലാണ്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ ലഭ്യമാണ്. ഗുരു ഒരു നാണയം കൊടുത്തിട്ട് അതിനെ അനുഗ്രഹിച്ചു. എങ്ങനെയാണ് സാമൂഹിക വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാലക ശക്തിയെ ഒരു സന്യാസിക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റും? ഇതിന് ഉത്തരം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് ലിസണിങ്, കമ്പാഷൻ. കമ്പാഷൻ ഈസ് ദ റീസൺ. സ്നേഹമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം കണ്ട ഏറ്റവും വലിയ ഫിലോസഫറിൽ ഒരാളാണ് ഡയോജനീസ്, സോക്രട്ടീസിനെ പോലെ ഒരാൾ. ഡയോജനസിനെ ഒരു പ്രഭു തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രഭു ഡയോജനസിനോട് പറഞ്ഞു, അങ്ങയെ ഞാൻ പരവതാനി വിരിച്ചിട്ട് എൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു അഭ്യർത്ഥന, അങ്ങ് ഈ കൊട്ടാരത്തിനുള്ളിൽ തുപ്പരുത്. ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഡയോജനസ് ചെയ്ത പരിപാടി, ഈ പ്രഭുവിൻ്റെ മുഖത്തേക്ക് കാറി തുപ്പി. പ്രഭു അസ്വസ്ഥനായി നിന്നപ്പോൾ ഡയോജനസ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയതെന്നറിയുമോ? ഇതിലും നല്ലൊരു കോളാമ്പി ഞാൻ ഇവിടെ കണ്ടില്ല. ഈ ഒരൊറ്റ തുപ്പലിൻ്റെ പേരിൽ ഡയോജനസിനെ പറ്റി പുതിയ തലമുറയ്ക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഡയോജനസിനെ പറ്റി അറിയാമോ എന്ന് കുട്ടികളോട് പോയി ചോദിച്ചു നോക്ക്. ആര് ഡയോജനസ്? സോക്രട്ടീസിന് അറിയാം. എന്തുകൊണ്ട്? ദൈവവിജ്ഞാനികളുടെ കപട സദസ്സിൽ കലക്കി വച്ചിരുന്ന വിഷം കോരിക്കുടിച്ചിട്ട് ഈശ്വരൻ എന്നത് നിങ്ങൾ പറയുന്ന കേവലമായ ഈശ്വരനല്ല എന്ന് സോക്രട്ടീസ് ധീരമായി പറഞ്ഞപ്പോൾ തന്നെ ക്ഷണിച്ചു കൊണ്ടുപോയ പ്രഭുവിൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ട് ഇതിലും വലിയൊരു കോളാമ്പി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന അഹങ്കാരത്തെ ഔദ്ധത്യം എന്ന് വിളിക്കാൻ നമുക്ക് കഴിയില്ല.